ഹലോ ഗെയ്സ് ഈ സ്പോർട്ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ BGS 2025 3.2 കോടി രൂപ പ്രൈസ് പൂൾ വരുന്നതിൻ്റെ ലാൻഡ് ഫൈനൽസ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാൻഡ് ഫൈനൽസിന്റെ ഓപ്പണിംഗ് സെറിമണിയിൽ തന്നെ നമുക്ക് കുറച്ച് ഇഷ്യൂസ് കാണാനായിട്ട് സാധിച്ചു. ആ ഒരു നാഷണൽ ആന്തം പ്ലേ ചെയ്ത സമയത്ത് ഇന്ത്യൻ ഫ്ലാഗിൽ ആ ഒരു അശോക ചക്ര ഡിസ്പ്ലേ ചെയ്തിട്ടില്ലായിരുന്നു. അതിനുശേഷം അതിനെതിരെ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദാ ക്രാഫ്റ്റിന്റെ ഭാഗത്തുനിന്ന് ആ ഒരു ഒഫീഷ്യൽ റിപ്ലൈ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരിക്കുകയാണ്. സ്റ്റേജിലുണ്ടായിരുന്ന LED റെൻഡറിങ്ങിന്റെ ടെക്നിക്കൽ ലിമിറ്റേഷൻസ് കാരണമാണ് അശോക് ചക്ര ഒരു ഫ്ലാഗിൽ ഇല്ലാതെ പോയതല്ലാതെ ഫ്ലാഗിനോടുള്ള ഡിസ്റെസ്പെക്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല എന്നാണ് ക്രാഫ്റ്റൺ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി വരുന്ന ഇവൻറ്റുകൾ ഞങ്ങളത് നല്ല രീതിയിൽ ശ്രദ്ധിക്കാനും നോക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ക്രാഫ്റ്റൻ്റെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിനോടൊപ്പം തന്നെ നമ്മളെ ക്രാഫ്റ്റൺ ഇന്ത്യ സ്പോർട്സ് ക്രാഫ്റ്റൺ ഇന്ത്യ റേസിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം അവരുടെ വെബ്സൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വളർന്നു വരുന്ന ക്രിയേറ്റേഴ്സിനെ അല്ലെങ്കിൽ ഗെയിമേഴ്സിനെ അല്ലെങ്കിൽ സ്പോർട്സ് പ്ലേയേഴ്സിനൊക്കെ വളർത്തിക്കൊണ്ടുവരാനും സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ക്രാഫ്റ്റൺ ഒഫീഷ്യലി തുടങ്ങിയൊരു പ്രോഗ്രാമായിരുന്നു. ഏകദേശം 3000-ന് മുകളിൽ ആൾക്കാർ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ അതിൽ സെലക്ട് ആയ പ്ലേയേഴ്സിനെ ആ ഒരു ലാൻ ഇവൻറ്റിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ സോമരാജ് അടക്കം കുറേ റേസിംഗ് സ്റ്റാർ പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ലാൻ ഇവൻറ്റിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ മലയാളിയായുള്ള ഈവിളിനെയും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ഇഷ്യൂസ് അല്ലെങ്കിൽ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഈവിളിന് ആ ഒരു ലാൻ ഇവൻറ്റിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ലായിരുന്നു. എന്തായാലും ഈവിളിന് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് ഈ ഒരു ക്രാഫ്റ്റിന്റെ പ്രോഗ്രാമിലേക്ക് സെലക്ട് ആവുക എന്ന് പറഞ്ഞാൽ. എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ഫ്യൂച്ചറിൽ ഇതിൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ക്രാഫ്റ്റിന്റെ ഭാഗത്ത് നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മളുടെ BGSന്റെ ലാൻഡ് ഫൈനൽസിന്റെ ഡേ 1 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സ്റ്റേജ് കണ്ടാൽ അറിയാം, ഏകദേശം ഹൗസ്ഫുള്ളായിരുന്നു ആ ഒരു ലാൻ ഇവന്റ് എന്ന് പറയാം. അതിനൊരു റീസൺ എന്ന് പറയുന്നത് കപ്പാസിറ്റി വളരെ കുറവായിരുന്നു. ഏകദേശം 2000-3000 ആൾക്കാരുടെ കപ്പാസിറ്റി ആയിരുന്നു. പക്ഷെ എന്നാലും ആ ഒരു ക്രൗഡ് ഫുള്ളി നിറഞ്ഞ് നിൽക്കുകയായിരുന്നു. നമ്മളെ WWE ആൾക്കാരുടെ എൻട്രി പോലെയായിരുന്നു നമ്മളുടെ പ്ലേയേഴ്സിന്റെ എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വലിയ ലെവലിൽ തന്നെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആൻഡ് നമുക്ക് മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാച്ച് 1 തന്നെ നമ്മളെ മാക്കിന്റെ ടീമായുള്ള ജെനിസിസ് സ്പോർട്സിന്റെ വക ഒരു ചിക്കണിനെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. കൂടുതൽ ഫൈറ്റുകളിലേക്കൊന്നും പോവാതെ ലാസ്റ്റ് മാക്ക് ആ ഒരു ഫൈനൽ പ്ലെയറിനെ തീർത്തുകൊണ്ട് 4 ഫിനിഷസോട് കൂടിയുള്ള ചിക്കണിനാണ് സ്വന്തമാക്കിയത്. സോളിൻ്റെ ആ ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് നമുക്ക് മാച്ച് 1 തന്നെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. 15 ഫിനിഷസാണ് സോള് മാച്ച് 1 സ്വന്തമാക്കിയിട്ടുള്ളത്. ബാറ്റ്മാൻ നകുല് 7 സോളോ ഫിനിഷസും സ്വന്തമാക്കി. മാച്ച് 2 നമുക്ക് റെക്കനിങ് സ്പോർട്സിന്റെ വക ഒരു അടിപൊളി ചിക്കൻ ഡിന്നറും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് FSC സ്പോർട്സിലെ ഇൻസീഡിയസ് അവിടെ ഒരു 1v3 ക്ലച്ച് എടുക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് റെക്കനിങ് സ്പോർട്സ് ആ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമാക്കി. 12 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് റെക്കനിങ് സ്വന്തമാക്കിയത്. വൈപ്പർ സോളോ 6 ഫിനിഷേഴ്സ് സ്വന്തമാക്കി. FSC സ്പോർട്സ് ഇവിടെ 14 പോയിന്റ്, നമ്മളെ മല്ലുവർഗയുള്ള നോണക്സ് ഇവിടെ 7 പോയിന്റും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. മാച്ച് 3 നമുക്ക് ഗോൾ ലേക്കിന്റെ ആ ഒരു മച്ച് നീഡഡ് പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചു. ഫസ്റ്റ് 2 മാച്ചിലും മോശം പെർഫോമൻസ് ആയിരുന്നു. മൂന്നാമത്തെ ആ ഒരു സാൻഡ്ഹോക്ക് മാച്ചിൽ ഗോൾ ലേക്കിൻ്റെയും ആ ഒരു കംബാക്ക് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് റെക്കനിങ് സ്പോർട്സിനെയും VSTയും FSനെയും ഒക്കെ തീർത്തുകൊണ്ട് 14 ഫിനിഷസോട് കൂടിയുള്ള ചിക്കനാണ് ഗോൾ ലേക്ക് അവിടെ സ്വന്തമാക്കിയത്. ജോനതൻ സോളോ 5 ഫിനിഷസ് സ്വന്തമാക്കി. FS ഇവിടെയും 10 പോയിന്റ് സ്വന്തമാക്കി. VST 14 പോയിന്റും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. മാച്ച് 4 സാൻഡ്ഹോക്കിൽ നമുക്ക് ഒറാങ്കുട്ടാൻ്റെ വകയും ആ ഒരു ചിക്കനിൻ്റെ പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് റെക്കനിങ് സ്പോർട്സിനെ തീർത്തുകൊണ്ട് 13 ഫിനിഷസോട് കൂടിയുള്ള ചിക്കനാണ് ഒറാങ്കുട്ട സ്വന്തമാക്കിയത്. IGL 6 സോളോ 6 ഫിനിഷസും സ്വന്തമാക്കി. മാച്ച് 5 ദ റൈസിംഗ് സ്റ്റാർ ടീമായുള്ള ഫോറെവർ 5 ഫിനിഷസോട് കൂടിയുള്ള ചിക്കനാണ് സ്വന്തമാക്കിയത്. അവിടെ ട്രൂ റിപ്പേഴ്സ് 12 ഫിനിഷസോട് കൂടി 16 പോയിന്റും ഗോളിലേക്ക് 10 ഫിനിഷസോട് കൂടി 11 പോയിന്റും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് മാച്ചിൽ സിൻസിനാറ്റി കിഡിൻ്റെ വക നമുക്ക് ആ ഒരു പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് ഗോൾ ലൈക്കിനൊക്കെ തീർത്തുകൊണ്ട് 9 ഫിനിഷസോട് കൂടിയുള്ള ചിക്കനാണ് സിൻസിനാറ്റി കിഡ് അവിടെ സ്വന്തമാക്കിയത്. ഗോൾ ലൈക്ക് ഇവിടെ 14 ഫിനിഷസുകളാണ് സ്വന്തമാക്കിയത്. അവിടെയും ജോനതൻ്റെ ഒരു അടിപൊളി പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ജോനതൻ അറ്റ് പീക്ക് ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. അടിപൊളിയായിട്ട് തന്നെ ജോനതൻ ഈ ഒരു ഡേ 1 കളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലാസ്റ്റ് മാച്ചിലും 7 സോളോ ഫിനിഷസാണ് ജോനതൻ സ്വന്തമാക്കിയത്. അങ്ങനെ ഡേ 1 അവസാനിച്ചപ്പോൾ ഗോളിലേക്ക് ആ ഒരു പോയിന്റ് ടേബിൾ ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് 2 മാച്ചും മോശമായിട്ടാണ് തുടങ്ങിയതെങ്കിൽ പിന്നീട് ആ ഒരു കംബാക്കാണ് ഗോളിലേക്കിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഒരു ചിക്കൻ ഡിന്നർ 48 ഫിനിഷ് പോയിന്റ് അടക്കം 67 പോയിന്റായിട്ട് ആ ഒരു
ടേബിൾ ടോപ്പിൽ തന്നെ ടീം നിൽക്കുന്നുണ്ട്. ഇനി അവരുടെ മുന്നിലുള്ളത് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. 12 മാച്ചുകൾ കൂടി വരാനിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ഒഫീഷ്യൽ ട്രോഫി ജൊനതൻ പൊക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ആൻഡ് സെക്കൻഡ് റെക്കനിങ് ഇ സ്പോർട്സ് ആണ് എത്തിയിട്ടുള്ളത്. വേറെ ലെവൽ കൺസിസ്റ്റൻസിയാണ് റെക്കനിങ് ഈ ഒരു ഡേയിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. 64 പോയിന്റുമായിട്ട് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നുണ്ടായിരുന്നു. റെക്കനിങ്ങിൻ്റെ പ്ലേയേഴ്സിൻ്റെ ഡിവൈസ് ക്രാഷ് ആവുകയും ഒരുപാട് പിങ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും അവർ ആ ഒരു ആസ്2 ഒരു കൺസിസ്റ്റൻറ്റ് ലെവലിൽ തന്നെ ടീം പോയിന്റ്സ് ടേബിളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. തേർഡ് ഒറാങ്കുട്ട നിൽക്കുന്നുണ്ട് 48 പോയിന്റുമായിട്ട്. 11ാം സ്ഥാനത്ത് നമ്മളെ മാക്കിൻ്റെ ടീമായുള്ള ജെനിസസ് നിൽക്കുന്നുണ്ട് 29 പോയിന്റായിട്ട്. ഫസ്റ്റ് മാച്ച് ഗംഭീരമായി തുടങ്ങി, പക്ഷേ പിന്നീട് ആ ഒരു ലെവലിലുള്ള പെർഫോമൻസ് മാക്കിനും അല്ലെങ്കിൽ ജെനിസസ് ഇ സ്പോർട്സിനും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല. ആൻഡ് സോള് 13ാം സ്ഥാനത്താണ് നിൽക്കുന്നത് 27 പോയിന്റായിട്ട്. ഫസ്റ്റ് മാച്ച് തന്നെ 19 പോയിന്റാണ് സോള് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീടുള്ള 5 മാച്ചുകൾ വെറും 8 പോയിന്റ് മാത്രമേ എടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് സോള് നല്ല രീതിയിൽ ബാധിക്കുന്നതായിരിക്കും. നല്ലൊരു കംബാക്ക് ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി. നമ്മളെ മല്ലു ഓർഗയുള്ള നോണെക്സ് 14ാം സ്ഥാനത്താണ് വിൻ ചെയ്ത് വെറും 14 പോയിന്റ്. ആ ഒരു ലെവലിലുള്ള പെർഫോമൻസ് നോണെക്സിനും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല. അടുത്തൊരു മല്ലു ഓർഗയുള്ള നമ്മളെ NRI ഏറ്റവും ലാസ്റ്റ്, അതായത് 15ാം സ്ഥാനത്താണ് നിൽക്കുന്നത് 10 പോയിന്റുമായിട്ട്. രണ്ട് ടീമുകൾക്കും നല്ലൊരു കംബാക്കിൻ്റെയും ഡോമിനേഷൻ്റെയും ആവശ്യകത ഉണ്ട്. ലാൻ ഇവന്റ് ആദ്യമായിട്ടാണ് ഈ ഒരു പ്ലേയേഴ്സ് കളിക്കുന്നത്. മേ ബി അതിൻ്റെ ഒരു പ്രഷർ ആയിരിക്കാം, അതുപോലെ തന്നെ റിയൽമി ഡിവൈസിൽ അതിൻ്റെയൊക്കെ ഒരു ഇഷ്യൂ ആയിരിക്കാം. പക്ഷേ ഇന്ന് നല്ലൊരു കംബാക്ക് ഇവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ആൻഡ് ഫൈനൽസിൻ്റെ MVP നമ്മൾ നോക്കുകയാണെങ്കിൽ റെക്കനിങ് ഇ സ്പോർട്സിൻ്റെ വൈപ്പറാണ് ഒരു ടോപ്പിൽ നിൽക്കുന്നത് 18 ഫിനിഷസുമായിട്ട്. വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞ BGAസിൽ നമുക്ക് വൈപ്പറിൻ്റെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് സാധിച്ചത്. ഇപ്പോഴും ആ ഒരു കൺസിസ്റ്റൻസി വൈപ്പർ കീപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് ജൊനതൻ നിൽക്കുന്നുണ്ട് 18 ഫിനിഷസുമായിട്ട്. വർഷങ്ങളായിട്ട് ജൊനതൻ ഈ ഒരു ഇ സ്പോർട്സ് മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ്. ഒപ്പം ഉള്ള ആൾക്കാരൊക്കെ ഫോം ഔട്ടായി പോയെങ്കിലും ജൊനതൻ ഇപ്പോഴും ആ ഒരു ടോപ്പ് ലെവൽ ഫോമിൽ നമുക്ക് ഈ ഒരു ഫൈനൽസിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 18 ഫിനിഷസുമായിട്ട് ആ ഒരു സെക്കൻഡിൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഓവറോൾ MVP നമ്മൾ ആ ഒരു ക്വാർട്ടർ ഫൈനൽസ് മുതൽ എല്ലാ മാച്ചുകളുടെയും പെർഫോമൻസ് നോക്കി ഓവറോൾ MVP നോക്കുകയാണെങ്കിൽ ഇതിൽ ഫിനിഷസും ഡാമേജും സർവൈവൽ ടൈമും എല്ലാം നോക്കിക്കൊണ്ടാണ് ഈ ഒരു ഓവറോൾ MVP നോക്കുക. അവിടെ NRIയുടെ സർവർ തന്നെയാണ് ഇപ്പോൾ ആ ഒരു ടോപ്പിൽ നിൽക്കുന്നത്. 1.27 റേഷ്യോയിലാണ് നിൽക്കുന്നത്. അവിടെ നമുക്ക് വൈപ്പറിനെയും ജൊനതനെയും പവറിനെയും ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ആരായിരിക്കും ഓവറോൾ MVPയും അതേപോലെ ഫൈനൽസിലെ MVPയും ആകാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇന്നാണ് ഡേ 2 വരുന്നത്. മാച്ചുകൾ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. ഉച്ചക്ക് 1:30 തന്നെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളെ മലയാളം കമൻട്രിയും ഇത്തവണ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പോൾ മലയാളത്തിൽ കമൻട്രി കാണാൻ താല്പര്യമുള്ളവർക്ക് മലയാളം കമൻട്രിയും സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. നിങ്ങൾ അപ്പോൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.